ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രം മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. SCRTയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ടൊക്കെ എക്സാം എഴുതുക, നന്നായിട്ട് പഠിക്കുക, എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് റെഫർ ചെയ്തിട്ട് പോവുക. വളരെ സിമ്പിളായിട്ടുള്ള പേപ്പറായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ല മാർക്കിനെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഇതിലെ ഒന്നാമത്തേതിലെ ചോദ്യം എന്ന് പറയുന്നത് ആദിമ മനുഷ്യൻ്റെ ഭക്ഷണ രീതിയിലുണ്ടായ വളർച്ചാഘട്ടങ്ങളെ കാണിക്കുന്ന നാഴികക്കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. അവയിൽ വിട്ടുപോയത് കണ്ടെത്തി പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദിമ മനുഷ്യൻ്റെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ആദ്യം എങ്ങനെയാണ്? ഭക്ഷണ സമ്പാദനമായിരുന്നു അല്ലേ. പിന്നീടത് തീയുടെ ഉപയോഗത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് തീയിൽ പെടുന്ന ജീവികളെ കഴിക്കാൻ വേണ്ടി അവർ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നല്ല ടേസ്റ്റിയാണ് എന്നുള്ളത് മനസ്സിലായതും ആ സ്വാദ് തിരിച്ചറിഞ്ഞതോടു കൂടിയിട്ട് പിന്നീട് അവർ മാംസം വേവിച്ചു കഴിക്കാൻ തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ബി ചോദ്യം, തീയുടെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ തീയുടെ ഉപയോഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ല് തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ തീ കണ്ടുപിടിച്ചതോട് കൂടി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിനും മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനും തണുപ്പ് അകറ്റാനും ഗുഹകളിലെ ഇരുട്ട് അകറ്റാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ഓക്കെ, തീയുടെ കണ്ടുപിടുത്തത്തോടു കൂടി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിനും മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനും തണുപ്പ് അകറ്റാനും ഗുഹകളിലെ ഇരുട്ട് അകറ്റാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ഇനി ഇതിലെ 2A നോക്കാം. ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. ശരിയാണല്ലേ. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എല്ലാവർക്കും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കുക, ഭക്ഷണം പാഴാക്കരുത്. ഇവിടെ ഒരു ചെറിയ പോസ്റ്റർ പോലെയാണ് തന്നിട്ടുള്ളത്. ഇനി ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതു ദിവസമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. A ഒക്ടോബർ 6, B സെപ്റ്റംബർ 16, C ജൂൺ 6, D ഒക്ടോബർ 16. ആൻസർ എന്ന് പറയുന്നത് ഒക്ടോബർ 16 ബി ഭക്ഷ്യദിനാചരണത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി പ്രധാന ആശയങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യദിനാചരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ് അവിടെ നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ എഴുതി തന്നിട്ടുള്ളത്. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തെയാണ് സമൃദ്ധമായ ഭക്ഷണം സമൃദ്ധമായ ഭക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതല്ലെങ്കിൽ ഈ ചോദ്യം അല്ലെങ്കിൽ അടുത്ത ചോദ്യം എന്നുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. 2B ആണ്. പീലിയുടെ ഗ്രാമം എന്ന യൂണിറ്റിലെ മീനുവിനെ പരിചയപ്പെട്ടല്ലോ. പീലിയുടെ കൂട്ടുകാരെ പോലെ വ്യത്യസ്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടല്ലോ. നമ്മുടെ സന്തോഷ സന്ദർഭങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതണം. തീർച്ചയായും അവരെ നമ്മളോടൊപ്പം കൂട്ടേണ്ടത് ആവശ്യമാണ്. ഒരുമിച്ച് സമയം ചെലവഴിക്കാനും പരസ്പരം സഹായിക്കാനും ഇഷ്ടപ്പെടുകയും പരസ്പരം ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും പരസ്പരം നന്നായി ആശയവിനിമയം നടത്തുകയും ചെയ്താൽ എല്ലാവരെയും നമുക്ക് നമ്മളോടൊപ്പം നിർത്താൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളവരെ എപ്പോഴും നമ്മൾ ചേർത്ത് പിടിച്ച് നിർത്തണം. എന്നാലാണ് അവർക്ക് നമ്മുടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ഇതിലെ ബി ചോദ്യം, പീലിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം പീലിയുടെ കൂട്ടുകാരുടെ മനോഭാവങ്ങളിൽ വന്ന മാറ്റം തിരിച്ചറിഞ്ഞല്ലോ. മനോഭാവങ്ങളിൽ വന്ന മാറ്റങ്ങൾ യോജിക്കാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1. നഗരത്തിലും ഗ്രാമത്തിലും ഒരുപോലെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയും എന്നവർക്ക് മനസ്സിലായി. പിന്നെ ഭാഷാ ദേശഭേദം ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ പരിഗണന നൽകണം എന്നും മനസ്സിലായി. മീനുവിനെയൊക്കെ അവരങ്ങനെയാണ് കൂട്ടിയിട്ടുള്ളത്. മുന്തിയ സൗകര്യങ്ങളുള്ള ജീവിതം മാത്രമാണ് സന്തോഷകരമായത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതെന്താണ്, അങ്ങനെ മനസ്സിലാക്കിയില്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ മനോഭാവങ്ങൾ യോജിക്കാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം.
ആഴ്ച ചന്തകൾ, സൂപ്പർ മാർക്കറ്റുകൾ. ചിത്രങ്ങൾ നിരീക്ഷിക്കുക. വ്യത്യസ്ത അനുഭവങ്ങളാണ് രണ്ട് കച്ചവട കേന്ദ്രങ്ങളും നമുക്ക് നൽകുന്നത്. പ്രാദേശിക ചന്തകളെയും സൂപ്പർ മാർക്കറ്റുകളുടെയും താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ആഴ്ച ചന്തകൾ നമുക്കറിയാം, സൂപ്പർ മാർക്കറ്റ് നമുക്കറിയാവുന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഗ്രാമങ്ങളിൽ ആഴ്ച ചന്തകൾ സാധാരണമാണ്. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഗ്രാമവാസികൾ ഇവിടെ എത്തുന്നു. ഗാനങ്ങളല്ല കേട്ടോ, മിസ്റ്റേക്കാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ഇത്തരം ലഭ്യമാണ്. എന്നാൽ ഇന്ന് സൂപ്പർ മാർക്കറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇവിടെ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാനോ വിൽക്കാനോ നമുക്ക് സാധിക്കില്ല. മാത്രമല്ല വിലയും അധികമായിരിക്കും. അപ്പോൾ രണ്ടിനും അതിൻ്റേതായ വ്യത്യാസങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം ബി ആണ്. തന്നിരിക്കുന്ന കൂട്ടത്തിൽ നിന്നും പീലിയുടെ ഗ്രാമത്തിൻ്റെ സവിശേഷതകളല്ലാത്ത ആശയമാണ് കണ്ടുപിടിക്കേണ്ടത്. വിശാലമായ കൃഷിയിടങ്ങൾ അവിടെ ഉള്ളതാണല്ലേ. നാടൻ വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം അതും അവിടെ ഉള്ളതാണ്. തിരക്കേറിയ നിരത്തുകൾ അതവിടെ ഉണ്ടോ? ഇല്ല. ലളിതമായ ജീവിതം അവിടെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. തിരക്കേറിയ നിരത്തുകൾ അവിടെ ഇല്ലാത്തതാണ്. ഇനി 4A ആണ്. ചിത്രങ്ങൾ സംരക്ഷിക്കൂ. ഇവിടെ നോക്കൂ, ഒരു ചിത്രത്തിൽ പഴയകാല വസ്ത്രമാണല്ലേ, അടുത്തതിൽ ഇന്ന് നമ്മൾ ധരിച്ചു കൊണ്ടിരിക്കുന്ന വസ്ത്രമാണ് കാണുന്നത്. വസ്ത്രധാരണ രീതിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എന്തെല്ലാം കണ്ടെത്തലുകൾ നടത്താനാകും, അതിൻ്റെ കാരണങ്ങൾ കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഇവിടെ എഴുതി തന്നിട്ടുള്ളത്. ഓക്കെ, അഥവാ ആദ്യകാലങ്ങളിൽ പരുത്തി, ചണം എന്നിവയിൽ നിന്ന് നിർമ്മിച്ച നൂലുകൾ ഉപയോഗിച്ച് കൈകൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. കൈത്തറിയുടെ കണ്ടുപിടുത്തം നിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി. നീലം ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. ശാസ്ത്ര പുരോഗതി സ്പിന്നിങ് ജെന്നി പോലുള്ള പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. ജനസംഖ്യാ വർധനവ് വസ്ത്രങ്ങളുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറികൾ വരികയും ഒരുപാട് വസ്ത്രങ്ങൾ വരികയും ചെയ്തു. ഓക്കെ, ഇനി ബി ചോദ്യം. കാലഘട്ടത്തിനനുസരിച്ച് തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ കൈത്തറി കേന്ദ്രം അല്ലാത്തത് ഏത്? ബാലരാമപുരം, കുത്താമ്പുള്ളി, ആറന്മുള, കണ്ണൂർ. ഇതിൽ കൈത്തറി കേന്ദ്രം അല്ലാത്തത് ആറന്മുളയാണ്. ഓക്കെ, മൂന്നാമത്തതാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 4B ആണ്. വസ്ത്രനിർമ്മാണ പുരോഗതി. ആദ്യം സ്പിന്നിങ് ജെന്നി ആയിരുന്നു, പിന്നെ അത് യന്ത്രത്തറിയിലേക്ക് മാറി, പിന്നെ കൃത്രിമ ചായങ്ങൾ ഉപയോഗിച്ചു, കൃത്രിമ നാരുകളും ഉപയോഗിച്ചു. പടം നിരീക്ഷിക്കൂ. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ എഴുതുക. വസ്ത്ര ഉൽപാദനത്തിൽ വർധനവുണ്ടായി. മനുഷ്യരുടെ അധ്വാനഭാരം വർദ്ധിച്ചു. വസ്ത്രവൈവിധ്യത്തിന് കാരണമായി. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ അവിടെ എന്തോ ഒരു ആൻസർ ഉണ്ടായിരുന്നു, മിസ്സായിപ്പോയി. നിർമ്മിക്കാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? വസ്ത്ര ഉൽപാദനത്തിന് വർധനവുണ്ടായി എന്നത് ശരിയാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ അധ്വാനഭാരം വർദ്ധിച്ചു എന്നുള്ളത് തെറ്റാണ്. വസ്ത്രവൈവിധ്യത്തിന് കാരണമായി എന്നുള്ളത് ശരിയാണ്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ കുറഞ്ഞു എന്നുള്ളത് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇനി ബി ചോദ്യം. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കൃത്രിമ നാരുകൾ എന്ന് പറഞ്ഞാൽ, പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവ് ഉണ്ടാവില്ല എന്ന മേന്മയും ഇതിലുണ്ട്. ഉദാഹരണം പോളിസ്റ്റർ, റയോൺ എന്നിവ ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകി യുവാവ്. സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ പ്രതിമാസം 50,000 രൂപ വരെ സമ്പാദിക്കുന്ന വീട്ടമ്മ. വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിക്കുക. സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ ജീവിത വിജയം നേടിയ സംരംഭകൻ അല്ലെങ്കിൽ സംരംഭകയുമായി അഭിമുഖം നടത്തുന്നതിനായി 4 ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം?
എന്തൊക്കെയാണ് നിങ്ങൾ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളികൾ? സ്വയം സംരംഭത്തിലൂടെ സമ്പാദിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നാറുള്ളത്? ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാനും മറ്റും സാധിക്കുന്നുണ്ടോ? ഈ ഒരു രീതിയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? ഇതൊക്കെ നമുക്ക് അവരോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇനി ബി ചോദ്യം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും ഗുണഭോക്താക്കളുടെയും പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. സ്വയം തൊഴിൽ പദ്ധതി ഗുണഭോക്താക്കൾ: ഒന്ന്, നവജീവൻ പദ്ധതിയാണ്, അത് മുതിർന്ന പൗരന്മാർക്കുള്ളതാണ്. അടുത്തത് കൈവല്യാണ്, ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. ശരണ്യ വനിതകൾക്കുള്ളതാണ്. ആറാമത്തേത്, തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന വിഷയത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ തൊഴിലുകളുടെ പട്ടിക നിരീക്ഷിക്കുക. വിവിധ തൊഴിലുകളാണ് ഏതൊക്കെയാണ്? കൃഷി, കച്ചവടം, അധ്യാപനം, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, നിയമപാലനം, തേനീച്ച വളർത്തൽ, റബ്ബർ ടാപ്പിംഗ്. ഇനി ഇതിലെ ചോദ്യം, വിവിധ തൊഴിലുകളെ തന്നിരിക്കുന്ന പട്ടികയിൽ ക്രമീകരിക്കുക. ഇവിടെ എന്താണ്? കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളുമാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് കാർഷിക തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒന്നാമത്തതിൽ വരുന്നതാണ്. കച്ചവടം, ഇതിന് 1, ഇതിന് 2 എന്ന് കൊടുക്കാം. കച്ചവടം എന്നത് രണ്ടാമത്തേതിൽ വരും. അധ്യാപനം എന്നത് രണ്ടാമത്തേതിൽ വരും. കന്നുകാലി വളർത്തൽ ഒന്നാമത്തേതിൽ അഥവാ കാർഷിക തൊഴിലാണ്. മത്സ്യബന്ധനം കാർഷിക തൊഴിലാണ്. നിയമപാലനം രണ്ടാമത്തേതിൽ വരും, കാർഷികേതര തൊഴിലാണ്. തേനീച്ച വളർത്തൽ എന്താണ്? കാർഷിക തൊഴിലാണ്. റബ്ബർ ടാപ്പിംഗ് കാർഷിക തൊഴിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് എഴുതേണ്ടത്. ഇനി അടുത്തത്, നൽകിയിരിക്കുന്നവയിൽ വരുമാന സ്രോതസ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൃഷി, സന്നദ്ധ പ്രവർത്തനം, ആസ്തികൾ, കച്ചവടം. ഏതാണ് വരുമാന സ്രോതസ് അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്, സന്നദ്ധ പ്രവർത്തനം എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്കൊന്നും ഇങ്ങോട്ട് കിട്ടില്ല, സേവനം മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ക്വസ്റ്റ്യൻസും കൂടെ നോക്കാവുന്നതാണ്. അതെല്ലാം നന്നായിട്ട് റെഫർ ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Thanks for watching.